എൻ്റെ ആമസോൺ പേ UPI ഇൻ്റർഫേസ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ് ബാക്ക് ഏൺഡ്. എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാഷ് ബാക്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. 5007 രൂപ. Double congratulations. You've got a cashback of 30 rupees that will be added to your Amazon Pay account. ഗൂഗിൾ പേ നമുക്ക് ക്യാഷ് ബാക്സ് കിട്ടുന്നില്ല. അതുപോലെ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നതിന്, കറണ്ട് ബിൽ അടക്കുന്നതിനൊക്കെ അവർ സർവീസ് ചാർജ് ഈടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനൊരു പകരമായിട്ടുള്ള മറ്റൊരു ആപ്പാണ് ആമസോൺ പേ. ഹായ് ഫ്രണ്ട്സ്, പല ഷോപ്പുകളിലും ഇപ്പോഴും എന്താ പറയാ, ഗൂഗിൾ പേ ഉണ്ടോ എന്ന്. അവരുടെ അടുത്തുണ്ടാവുക ഫോൺ പേ ആയിരിക്കും, എന്നാലും പറയാ ഫോൺ പേന്റെ QR കോഡ് വെച്ചിട്ടും അവർ പറയാ ഗൂഗിൾ പേ എന്നാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അത് ശരിക്കും ആ ടേം ജനറലൈസ് ചെയ്യാൻ പാടില്ല. UPI എന്നുള്ളതാണ് അതിന്റെ ജനറൽ ടേം. ഗൂഗിൾ പേ നമുക്ക് ക്യാഷ് ബാക്സ് കിട്ടുന്നില്ല. അതുപോലെ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നതിന്, കറണ്ട് ബിൽ അടക്കുന്നതിനൊക്കെ അവർ സർവീസ് ചാർജ് ഈടാക്കാൻ തുടങ്ങിയിട്ട്. ഇതിനൊരു പകരമായിട്ടുള്ള മറ്റൊരു ആപ്പാണ് ആമസോൺ പേ. പലരും ഉപയോഗിക്കുന്നില്ല ആമസോൺ UPI. ഇപ്പോൾ പല ഷോപ്പിലും പോയാൽ നിങ്ങൾക്ക് QR കോഡ് കാണാം, ഫോൺ പേ, Paytm. വളരെ അപൂർവം ചില ഷോപ്പുകളിൽ മാത്രം ഞാൻ ആമസോൺ പേ കണ്ടിട്ടുണ്ട്. ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു UPI ആപ്പാണ് ആമസോൺ പേ. അപ്പൊ ഈ ആമസോൺ പേയിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴും, കറണ്ട് ബില്ല് അടക്കുമ്പോഴും, ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാഷ് ബാക്സ് കിട്ടുന്നുണ്ട്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല. മാത്രമല്ല, ആമസോണിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണ്, ആമസോണിന്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അതിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ആമസോൺ UPI. അപ്പൊ ഈ റീസെന്റ്ലി കഴിഞ്ഞ ആഴ്ചയായിട്ട് ഫ്ലിപ്കാർട്ടും ഇതുപോലെ UPI കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ആമസോൺ വർഷങ്ങളായിട്ട് ആമസോൺ UPI ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ആമസോൺ UPI ആണ്. ജനങ്ങൾക്ക് ഇത്തരം ഒരു UPI ഉണ്ട് എന്ന് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ പേയേക്കാളും, ഫോൺ പേയേക്കാളും, Paytm-നേക്കാളും കൂടുതൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് ആമസോൺ പേയിലാണ്. മാത്രമല്ല, കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. കസ്റ്റമർ സപ്പോർട്ടൊക്കെ കുറച്ചും കൂടി അധികമാണ് ആമസോണിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം ആമസോൺ UPI. അതിൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ വെരി ഈസി മെത്തേഡ് തന്നെയാണ്. എൻ്റെ ആമസോൺ പേ UPI ഇൻ്റർഫേസ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാഷ് ബാക്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. 5007 രൂപ. കണ്ടോ, 5007 രൂപ എനിക്ക് ഇത്രയും കാലമായിട്ടുള്ള ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺലിമിറ്റഡ് റിവാർഡ്, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. 3 തവണ ബിൽ പേയ്മെന്റ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ വരെയുള്ള ഓഫേഴ്സ് കിട്ടും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു 5007 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അതുപോലെ മാർച്ച് മാസം, ഈ 2024 മാർച്ചിൽ എനിക്ക് 43 രൂപ കിട്ടിയിട്ടുണ്ട്. 2024 എനിക്ക് ടോട്ടൽ കിട്ടിയത് 257 രൂപയാണ് ക്യാഷ് ബാക്ക്. ഈ ഒരു 2024 ആയപ്പോഴേക്ക് എനിക്ക് 257 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കണ്ടു ഇലക്ട്രിസിറ്റി, ഗ്യാസ് സിലിണ്ടർ, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, ഇൻഷുറൻസ്, ബൈക്കിന്റെ ഇൻഷുറൻസ്, കാറിന്റെ ഇൻഷുറൻസ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് തുടങ്ങി ഒരുപാട് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോൺ പേ ഉള്ളവർക്കായാലും ഗൂഗിൾ പേ ഉള്ളവർക്കായാലും നമുക്ക് ആമസോൺ പേ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ ആമസോൺ UPI എങ്ങനെ ആക്സസ് ചെയ്യുന്ന വെച്ചാൽ ആമസോണിന്റെ ഹോം പേജ് ആണിത്. ഇത് തുറന്നാൽ ഇവിടെ തന്നെ ഉണ്ടാവും ആമസോൺ പേ എന്നുള്ള ഓപ്ഷൻ. അത് കയറി നമുക്ക് ആമസോൺ പേ UPI ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇനി ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് സ്കാൻ എനി QR കോഡും. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആമസോൺ പേ UPI ഉപയോഗിച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഫീച്ചറാണ് അലക്സ, ആമസോൺ അലക്സ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വോയിസ് അസിസ്റ്റൻസ് ആണ്. ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ ഐഫോൺസ് ഉണ്ടാവുന്ന സിറി, ആപ്പിൾ സിരി, ഇതിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള ഒരു വോയിസ് അസിസ്റ്റൻസ് ആണ് ആമസോൺ അലക്സ. അപ്പൊ നിങ്ങൾ ആമസോൺ UPI ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആമസോണിന്റെ അലക്സ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടും ഇന്റർലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടാവുന്നതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് റീചാർജ് ചെയ്യുമ്പോൾ എനിക്ക് 30 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് കാണിച്ചു. ആമസോൺ പേയിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ ആമസോൺ പേ തുറന്ന് പേയ്മെന്റ് നടത്താൻ നേരത്താണ് അതിന്റെ മുകളിൽ കാണിച്ചത് അലക്സ ഉപയോഗിച്ചിട്ട് പേ ചെയ്യുകയാണെങ്കിൽ 30 രൂപ ക്യാഷ് ബാക്ക്. അപ്പോൾ അത് അത്യാവശ്യം വലിയ എമൗണ്ട് ആണ്. കാരണം 666 രൂപക്ക് 3 മാസത്തെ റീചാർജ് ചെയ്യുമ്പോൾ 30 രൂപ ക്യാഷ് ബാക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്തു. അപ്പൊ ആ റീചാർജ് ചെയ്ത വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് ഞാനിവിടെ അലക്സ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആമസോണായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ആമസോൺ അലക്സ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുമ്പോൾ 30 രൂപ ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ആമസോൺ പേ ബാലൻസിലേക്ക് ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പേ ബാലൻസ് ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. അല്ലാത്ത മെത്തേഡ് ആകുമ്പോൾ അതിൻ്റെ പിൻ നമ്പറും മറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പേ ബാലൻസിലേക്ക് ഇവിടെ ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. 687 രൂപ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 666 രൂപക്കാണ് എനിക്ക് റീചാർജ് ചെയ്യാനുള്ളത്. അലക്സ
ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ അലക്സ എന്ന് പറഞ്ഞാൽ അലക്സ ഓപ്പൺ ആവേണ്ടതാണ്. അത് ഞാൻ ഓഫാക്കിയിട്ടേക്കാണ് ആ ഓപ്ഷൻ, വോയിസ് അസിസ്റ്റൻസ് ഓഫാക്കിയിട്ടേക്കാണ്. അപ്പോൾ ആപ്പ് തുറന്നതിന് ശേഷം അലക്സ റീചാർജ് മൈ മൊബൈൽ. Sure. Tell me your 10-digit mobile number. 85476964. Okay. Do you want to recharge your Airtel mobile prepaid number 8544964? Yes. Last time you recharged for 666 rupees. Currently, this will give you unlimited calls, 1.5 gigabytes of data per day, and 100 SMS per day with a validity of 84 days. Additionally, you get access to unlimited 5G data, which can be used in 5G network areas only. Benefit from a complimentary Apollo 24 vertical bar 7 circle for 3 months. You can also set any song as Hello Tune for free and enjoy Wink music, including music, Hello Tunes, and podcasts. If you complete it via Amazon Pay balance, you can get a cashback of 30 rupees. So, tell me, do you want to go ahead with the recharge? Yes. Please wait. Okay. I am paying 666 rupees from your Amazon Pay balance. You will receive a notification once it's complete. Double congratulations. You've got a cashback of 30 rupees that will be added to your Amazon Pay account in 3 business days. And you have also won a surprise reward. Do you want to reveal your scratch card? Yes. Hooray! You're eligible for a cashback of 4% up to 60 rupees for drugstore health on minimum purchase of 750 rupees. I've sent a notification to your Amazon shopping app to redeem your coupon. Enjoy. അതുപോലെ കറണ്ട് ബില്ല് എടുക്കുമ്പോഴും മണി ട്രാൻസാക്ഷനും ബാങ്ക് ടു നിങ്ങൾക്ക് ഒരാൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ടു ദ ബാങ്ക് IFSC കോഡ് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആമസോണിൽ ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ ആപ്ലിക്കേഷൻസും അങ്ങനെ തന്നെയാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ആമസോൺ പേ ഉപയോഗിച്ചിട്ട് പേടിഎമ്മിലേക്കോ ഫോൺ പേയിലേക്കോ ഗൂഗിൾ പേയിലേക്കോ ഏതിലേക്കോ നമുക്ക് ക്യാഷ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് UPI എന്ന് പറയുന്നത്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പോൾ കൂടുതൽ ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നത് ആമസോണിലാണ്. അപ്പോൾ ആമസോൺ UPI നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഗൂഗിൾ പേ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരൊരു മോണോപോളി കോർപ്പറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അത് പൊതുവെ ക്യാഷ് ബാക്ക് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കറണ്ട് ബില്ലിന് സർവീസ് ചാർജ് ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ റീചാർജിന് ഫോൺ പേ എന്നോ സർവീസ് ചാർജ് ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് ആമസോൺ പേയിൽ സർവീസ് ചാർജ് ഒന്നും ഇപ്പോൾ നിലവിലില്ല. മാത്രമല്ല ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടുകയാണുള്ളത്. പേ മൈ ഇലക്ട്രിസിറ്റി ബിൽ. I can see 2 electricity numbers on your account. Do you want to pay the bill for your Kerala electricity number ending with 5543? No. No problem. The next one is for your Kerala electricity bill for number ending with 2527. Do you want to pay for it? Yes. Okay. The bill is for 484 rupees and overdue by 20 days. If you pay with my help via your Amazon UPI, you'll get a cashback of 10 rupees. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും. അതുവരേക്കും ബൈ.